ഹായ് ഹലോ മക്കളെ, യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ മക്കളെ, ഇനിയുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. എന്താണ് മക്കളെ ചാപ്റ്ററിന്റെ പേര്? പോളിഗൺസ്. എന്താണ് മക്കളെ ഈ പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സ്പെഷ്യാലിറ്റി? 2 പ്രത്യേകതകളാണുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത, ഇത് വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിൽ ഒന്നാണ് പോളിഗൺസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഉള്ള മക്കളെ, യെസ്. അപ്പോൾ എന്താണ് പോളിഗൺസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാം അല്ലെ. എന്താണ് പോളിഗൺസ് എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള സൈഡുകളുള്ള ഷേപ്പുകളെ വിളിക്കുന്ന പേരാണെന്ത്? പോളിഗൺസ്. ഓക്കെ, സാറ് പറയുന്നത് കേൾക്കുക. 3 അതിലധികമോ വശങ്ങളുള്ള സൈഡുകളുള്ള ഒരു ഷേപ്പുകളെ വിളിക്കുന്ന പേരാണെന്ത്? പോളിഗൺസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ മക്കളെ, ഇതേ ഒരു എക്സാമ്പിൾ സാറോട് വരയ്ക്കാം. ഇതെന്താ? ട്രയാങ്കിൾ അല്ലേ, ഇതൊരു പോളിഗൺ ആണ്. അതുപോലെ യെസ്, ഇതെന്താ മക്കളെ? ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെ, ചതുർഭുജമാണ്. ഇതിന് 4 വശങ്ങളാണുള്ളത് അല്ലെ. യെസ്. അതുപോലെ പെന്റഗൺ, നമുക്ക് 5 വശങ്ങളുള്ള ഒരു പോളിഗൺ വരയ്ക്കാൻ സാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരെന്താ? പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം. ഓക്കെ മക്കളെ, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? പോളിഗൺസിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ്സിലേക്ക് പോകാം. യെസ്, ഫസ്റ്റ് പോയിന്റ് മക്കളെ, ദ സം ഓഫ് ആംഗിൾ ഓഫ് എ പോളിഗൺ ഓഫ് n sides is n-2 into 180. അതായത് ഒരു പോളിഗണിന് n വശങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കോണുകളുടെ തുക, സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n-2 into 180. മക്കളെ, ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് മക്കളെ. നല്ലവണ്ണം എഴുതി പഠിക്കാം. ഓക്കെ, യെസ്, n-2 into 180. ആൻഡ് നെക്സ്റ്റ് വൺ, ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് ഉൾക്കോൺ, ഇതിനെ അകക്കോൺ എന്നും പറയും. യെസ്, ബാഹ്യകോൺ അല്ലെങ്കിൽ പുറം കോൺ എന്നും പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. മക്കളെ, എന്താണ് ഇന്നർ ആംഗിൾ, എന്താണ് ഔട്ടർ ആംഗിൾ? ഒരു സംശയം ഉണ്ടാവൂലേ മക്കളെ? ഇതൊരു പോളിഗൺ അല്ലടാ. അതെ, ഇതൊരു പോളിഗൺ ആണ്. ഈ പോളിഗന്റെ അകത്ത് കുറച്ച് ആംഗിൾസ് ഇല്ലേ? ഇത് അകത്തുള്ള ആംഗിൾസ് അല്ലേ മക്കളെ? ഈ 3 ആംഗിൾസ് ഷേപ്പിന്റെ അകത്തുള്ള ആംഗിൾസ് ആണ്. ഈ ആംഗിൾസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്നർ ആംഗിൾസ് അഥവാ ഉൾക്കോൺ അല്ലെങ്കിൽ അകക്കോൺ എന്നും പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഷേപ്പിനകത്തുള്ള ആംഗിൾസ് ആണ് ഇന്നർ ആംഗിൾ. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, സാർ ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ വലിച്ചു നീട്ടാന്ന് വിചാരിക്കാം. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇവിടെ ഒരു ആംഗിൾ വരയ്ക്കാൻ സാധിക്കും, ഇവിടെയും ഇതുപോലെ ആംഗിൾസ് വരയ്ക്കാൻ സാധിക്കും. മക്കളെ, സാർ ഇപ്പോൾ വരച്ച ഈ 3 ആംഗിൾസും നമ്മുടെ ഷേപ്പിന് പുറത്തുള്ള ആംഗിൾസ് ആണ്. അതുപോലെ ഷേപ്പിന് പുറത്തുള്ള ആംഗിൾസിന് വിളിക്കുന്ന പേരാണെന്ത്? ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ ബാഹ്യകോൺ അല്ലെങ്കിൽ പുറം കോൺ. ക്ലിയർ ആണല്ലോ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ ഒരു ഇന്നർ ആംഗിളും ഈ ഔട്ടർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ, സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രി ആണ് കിട്ടുക. സെറ്റ് ആണല്ലോ? ഓക്കെ, അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. യെസ്, അടുത്ത പോയിന്റിലേക്ക് പോകാം നമുക്ക്. സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഓക്കെ, ഏതൊരു പോളിഗൺ എടുത്താലും, ഇതായിക്കോട്ടെ, അതുപോലെ ഏത് പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ ആംഗിൾസ്, ബാഹ്യകോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 360 ഡിഗ്രി കിട്ടുക. പ്രത്യേകം നോട്ട് ചെയ്യാം, ഏത് പോളിഗൺ എടുത്താലും ഈ ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. സെറ്റ് ആണല്ലോ? അടുത്ത പോയിന്റിലേക്ക് പോവാം. റെഗുലർ പോളിഗൺ. മക്കളെ, ഒരു പോളിഗൺ എപ്പോഴാണ് റെഗുലർ പോളിഗൺ ആയി മാറുക, അല്ലെങ്കിൽ ഒരു ബഹുഭുജം എപ്പോഴാണ് സമബഹുഭുജമായിട്ട് മാറുക? 2 കണ്ടീഷൻസ് മക്കളെ പഠിച്ചു വെക്കുക. യെസ്, എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഒരു റെഗുലർ പോളിഗന്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, സാർ ഇവിടെ ഒരു റെഗുലർ പെന്റഗൺ വരക്കുന്നുണ്ട്, സമ പഞ്ചഭുജം വരക്കുന്നുണ്ട്. യെസ് മക്കളെ, ഇതാണ് ഒരു റെഗുലർ പെന്റഗൺ സാറ് വരച്ചേക്കുന്നത്. ഓക്കെ മക്കളെ, ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള എല്ലാ കോണുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? യെസ്, ഓൾ സൈഡ്സ് ആർ ഈക്വൽ, അതുപോലെ ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, എല്ലാ കോണുകളും തുല്യമായിരിക്കും. യെസ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ സാറ് ഈ ബോക്സിൽ വരച്ചിടാൻ വളരെയധികം ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാ എക്സാമുകൾക്കും ഈ ഇക്വേഷൻ വെച്ചൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതുകൊണ്ടാണ് സാർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നത്. എന്താ മക്കളെ? നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? 360 ബൈ ഔട്ടർ ആംഗിൾ. ഓക്കെ, ഒരു പോളിഗണകത്ത് എത്ര വശങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ, അതായത് n കണ്ടുപിടിക്കാൻ, ഈ n എന്ന് പറഞ്ഞാൽ മക്കളെ ആ വശങ്ങളുടെ എണ്ണം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങളുടെ എണ്ണമാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കളെ ഇവിടെ വേണമെങ്കിൽ n ആഡ് ചെയ്തോട്ടാ. n ഈക്വൽ ടു എന്താണ്? 360 ബൈ ഔട്ടർ ആംഗിൾ.
സെറ്റ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് പോവാം നമുക്ക്. യെസ്, ഫോർ എ റെഗുലർ പോളിഗൺ, ഒരു റെഗുലർ പോളിഗണ് വൺ ആംഗിൾ കണ്ടുപിടിക്കാൻ, ഒരു റെഗുലർ പോളിഗന്റെ അകത്തുള്ള ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? സം ഓഫ് ആംഗിൾസ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, ഒരു റെഗുലർ പോളിഗണിനകത്തെ ഒരു കോൺ കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം സമ്മ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കണം. രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ റെഗുലർ പോളിഗണിനകത്തെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. സെറ്റ് ആണല്ലോ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ഇക്വേഷൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് യെസ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ സാറ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ മക്കള് ശ്രദ്ധിച്ചിരിക്കുക. ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ 12-sided പോളിഗൺ. മക്കളെ, 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണുക. സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾ ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ. ഓക്കെ, ഈ ഒരു പോളിഗന്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കും. അതിനേക്കാൾ ഒരു സൈഡ് കൂടുതലുള്ള പോളിഗന്റെ ആംഗിൾസിന്റെ സമ്മും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. സാർ ക്ലിയർ ആക്കി പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ എ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് മക്കളെ? യെസ്, സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സാർ ആദ്യമേ പറഞ്ഞു. എന്താണ്? n-10 × 180. മക്കളെ, എന്താണ് n എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് സൈഡ്സ് ആണല്ലേ. നമ്പർ ഓഫ് സൈഡ്സ് ആണ് മക്കളെ. ഇവിടെ ക്വസ്റ്റ്യനിൽ 12-sided പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 ആയിരിക്കും. സോ നമ്മൾ ഈ ഇക്വേഷനിൽ n എന്ത് കൊടുക്കാടാ? 12 കൊടുക്കുന്നു. 12 - 2 × 180 എന്ന് കിട്ടും. മക്കളെ, ആദ്യം ബ്രാക്കറ്റിലുള്ളത് ചെയ്യാം. 12 - 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 180 ദാറ്റ്സ് ഈക്വൽ ടു 1800 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. മക്കളെ, സം എഴുതുമ്പോൾ ഡിഗ്രി എന്ന് കൊടുക്കാൻ മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? യെസ്, അപ്പോൾ എ ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാം. ക്ലിയർ ആണല്ലോ? ചിലപ്പോൾ ഈ സൈഡൊക്കെ മാറ്റിയിട്ടായിരിക്കും ചോദിക്കുക. എന്നാലും ഇതേ സ്റ്റെപ്പിൽ ആൻസർ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് വൺ സൈഡ് മോർ. ഒരു വശം കൂടുതലുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക കാണുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. നമുക്ക് കിട്ടിയ സമ്മുണ്ടല്ലോ, ഈ സമ്മുണ്ടല്ലോ, ഇതിനോട് ഒരു 180 ആഡ് ചെയ്താൽ ഇതിനേക്കാൾ ഒരു സൈഡ് കൂടുതലായ പോളിഗന്റെ സമ്മ് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല, ഈ കിട്ടിയ ഉത്തരത്തോട് എന്ത് കൂട്ടിയാൽ മതിയടാ? ഒരു 180 കൂട്ടിയാൽ യെസ്, ഈ ഒരു വശം കൂടുതലുള്ള പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. യെസ്, the sum of angles of a regular polygons is 6840 ഡിഗ്രി. മക്കളെ, ഒരു റെഗുലർ പോളിഗന്റെ സമബഹുഭുജത്തിന്റെ സമബഹുഭുജത്തിനെയാണ് കേട്ടോ. ഓക്കെ, സമബഹുഭുജത്തിന്റെ കോണുകളുടെ തുക സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 6840 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്നത് സമ്മാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഹൗ മെനി സൈഡ്സ് ഹാസ് ഇറ്റ്? ഓക്കെ, ഇതിന് എത്ര വശങ്ങളുണ്ട്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഇറ്റ്സ് വൺ ആംഗിൾ. ഇതിന്റെ ഒരു കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ എത്ര വശങ്ങളുണ്ട് എന്നാ ചോദിച്ചേക്കുന്നത്. അതായത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്, n ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് സമ്മ് തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉപയോഗിക്കൂടാ. യെസ്, സം ഈക്വൽ ടു 6840 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? n-10 × 180 ആണ്. അപ്പോൾ അതേ സമ്മിന് പകരം സാർ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് n-10 × 180. ഇത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 6840 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മക്കളെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ n-2 അവിടെ തന്നെ നിർത്തിയിട്ട് 180 നേരെ താഴേക്ക് കൊണ്ടുവരാം. ക്ലിയർ ആണല്ലോ? യെസ്, ശ്രദ്ധിക്കാം. n-2 ഈക്വൽ ടു 6840 ബൈ 180. ഒന്നുമില്ല, ഇൻറ്റു 180 നേരെ താഴേക്ക് വന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവനെയാണ്, എന്നിനെയാണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ n-2 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ? 38 എന്ന് കിട്ടും. 38 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ n-2 ഈക്വൽ ടു 38. n കണ്ടുപിടിക്കാൻ ഈ -2 ഇങ്ങോട്ട് കൊണ്ടുവരാ, +2 ആയി മാറും. n ഈക്വൽ ടു 40 എന്ന് കിട്ടും. മക്കളെ, n ഈക്വൽ ടു 40 കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആ പോളിഗണ് 40 വശങ്ങളുണ്ട്. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം. n ഈക്വൽ ടു 40 എന്ന് പറഞ്ഞാൽ എന്താ? അതിന് 40 വശങ്ങളുണ്ട് എന്നാണ് അർത്ഥം. സെറ്റ് ആണല്ലോ? ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ
എന്താ മക്കളെ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഇറ്റ്സ് വൺ ആംഗിൾ. ഇതിന്റെ എന്താ മക്കളെ ഒരു ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. മക്കളെ വൺ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സാർ നേരത്തെ പറഞ്ഞു. എന്താണ്? യെസ്, സം ബൈ നമ്പർ ഓഫ് സൈഡ്സ് അല്ലേ. വൺ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു റെഗുലർ പോളിഗന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ സമ്മിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ മക്കളെ. സമ്മ് ദേ ഇവിടെ തന്നിട്ടുണ്ട് 6840 ബൈ n എത്രയാ മക്കളെ? n നമ്മൾ കണ്ടുപിടിച്ചു 40. എത്രയാ മക്കളെ? 6840 ബൈ 40 ദാറ്റ്സ് ഈക്വൽ ടു 171 ഡിഗ്രി. അതായത് ആ പോളിഗന്റെ അകത്തെ ഒരു കോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 171 ഡിഗ്രി ആയിരിക്കും. സെറ്റ് ആണല്ലോ. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം മക്കളെ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കാം നമുക്ക്. യെസ്, ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ഈക്വൽ. മക്കളെ ഒരു പോളിഗൺ ഉണ്ട്, അതിന്റെ പ്രത്യേകത എല്ലാ കോണുകളും തുല്യമാണ്. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, വൺ ഇന്നർ ആംഗിൾ ഈസ് 144 ഡിഗ്രി. അതിന്റെ ഒരു അകക്കോൺ എന്ന് പറഞ്ഞാൽ 144 ഡിഗ്രി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നർ ആംഗിൾ ആണ് തന്നേക്കുന്നത്. എത്രയാണ്? 144 ഡിഗ്രി. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ഔട്ടർ ആംഗിൾ. മക്കൾ ഇതിന്റെ ഒരു പുറം കോൺ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. യെസ്, അപ്പോൾ അകക്കോൺ തന്നിട്ടുണ്ട്, പുറം കോൺ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്, ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്. ഈ പോളിഗൺ എത്ര വശങ്ങളുണ്ട്? അതായത് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർത്തോ n ആണ് കണ്ടുപിടിക്കേണ്ടത്. സെറ്റ് ആണല്ലോ. ഹൗ മെനി സൈഡ്സ് എന്ന് കണ്ടാൽ അപ്പോൾ ഓർത്തോ n ആണ് കണ്ടുപിടിക്കേണ്ടത്. സെറ്റ് ആണല്ലോ. അപ്പോൾ എ ക്വസ്റ്റ്യൻ ഔട്ടർ ആംഗിൾ കാണണം, ബി ക്വസ്റ്റ്യൻ n കണ്ടുപിടിക്കണം. മക്കളെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു ക്വസ്റ്റ്യനും എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കാട്ടാ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, നമ്മൾ ആൻസറിലേക്ക് പോവാണ്. എ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം കേട്ടോ. മക്കളെ നമുക്കറിയാം ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ക്വസ്റ്റ്യനിൽ നമുക്ക് ഇന്നർ ആംഗിൾ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്നർ ആംഗിളിന് പകരം എന്ത് കൊടുക്കുകയാണ്? യെസ്, 144 കൊടുക്കുകയാണ്. ഈ 144 ഇങ്ങോട്ട് എടുത്താൽ എന്താ കൂടാ? ഈ 150 ഇങ്ങോട്ട് എടുത്താൽ -144 ആയിട്ട് മാറും. അതായത് ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 180 മൈനസ് 144 ദാറ്റ്സ് ഈക്വൽ ടു 36 ഡിഗ്രി എന്ന ആൻസർ കിട്ടും. അതായത് ഇതിൽ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 36 ഡിഗ്രി എന്ന് കിട്ടും. സെറ്റ് ആണല്ലോ. ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്. ഈ പോളിഗണിന് എത്ര വശങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. n ആണ് കണ്ടുപിടിക്കേണ്ടത്. സെറ്റ് ആണല്ലോ. ഇനി n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ്? 360 ബൈ ഔട്ടർ ആംഗിൾ. ക്ലിയർ ആണല്ലോ. 360 ബൈ ഔട്ടർ ആംഗിൾ. മക്കളെ ഇതിലെന്താ ആവശ്യം? നമുക്ക് ഔട്ടർ ആംഗിൾ വേണ്ടേ? ഔട്ടർ ആംഗിൾ ആണ് നമ്മൾ കഴിഞ്ഞ ആൻസറിൽ കണ്ടുപിടിച്ചേക്കുന്നത്. സെറ്റ് അല്ലേ? 36 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 360 ബൈ 36 ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് സൈഡ്സ് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഈ പോളിഗണിന് 10 വശങ്ങളാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്റെ മക്കൾ ശ്രദ്ധിക്കാം, നമ്മൾ മുന്നെന്താണോ കണ്ടുപിടിക്കുന്നത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത് അതിന്റെ കണ്ടിന്യൂവേഷൻ തുടർച്ചയായിട്ടായിരിക്കും അടുത്ത ക്വസ്റ്റ്യനും ചോദിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇതിന്റെ ആൻസർ കിട്ടണമെന്നില്ല. ക്ലിയർ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നോട്ട് ചെയ്യാം കേട്ടോ. യെസ്, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൺ എക്സ്റ്റേണൽ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 18 ഡിഗ്രി. മക്കളെ ഒരു എക്സ്റ്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം കോൺ. ഓക്കെ, ഔട്ടർ ആംഗിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു റെഗുലർ പോളിഗന്റെ സമബഹുഭുജത്തിന്റെ ഔട്ടർ ആംഗിൾ തന്നിട്ടുണ്ട് 18 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് എക്സ്റ്റേണൽ ആംഗിൾസ്. ഓക്കെ, സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ആ ചോദിച്ചേക്കുന്നത്. അതായത് ഒരു പോളിഗന്റെ എക്സ്റ്റേണൽ ആംഗിൾസ് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കത് ക്ലിയർ ആയിട്ട് അറിയാം. എല്ലാ പോളിഗണിനും ഒരൊറ്റ ഇത്രയേ ഉള്ളൂ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടാകും. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്. ഈ പോളിഗൺ എത്ര വശങ്ങൾ ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മക്കളെ ഇതൊന്ന് ചെറിയ എറർ ഉണ്ട്. ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ് എന്നാണ്. യെസ്, വശങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. തുകയല്ല, വശങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ഇന്റേണൽ ആംഗിൾസ്. അകക്കോണുകളുടെ തുക. ഓക്കെ അല്ലേ മക്കളെ? ഇന്നർ ആംഗിൾസിന്റെ തുക സമ്മാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ. യെസ് യെസ് യെസ്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം മക്കളെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നേടാ?
വൺ എക്സ്റ്റേണൽ ആംഗിൾ, ഔട്ടർ ആംഗിൾ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 18 ഡിഗ്രി. അപ്പൊ തന്നെ എന്റെ മക്കളെ നോട്ട് ചെയ്ത് വെക്കുക, ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 18 ഡിഗ്രി എന്ന് നോട്ട് ചെയ്ത് വെക്കാം. യെസ്, ഓക്കെ. എ ക്വസ്റ്റ്യൻ ആൻസർ എന്താ മക്കളെ? വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് എക്സ്റ്റേണൽ ആംഗിൾസ്? ഇതിന്റെ പുറംകോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഏതൊരു പോളിഗൺ ആയാലും അതിന്റെ ഔട്ടർ ആംഗിൾസ് കൂട്ടിയാൽ എന്താ കിട്ടുക? 360. ഇതിനൊരു മാറ്റവും ഇല്ല കേട്ടോ. ഔട്ടർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 360 ആയിരിക്കും കിട്ടുക. ഓക്കെ. ബി ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? അതിന് എത്ര വശങ്ങളുണ്ട്? അതായത് n ആണ് ചോദിച്ചേക്കുന്നത്. n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? 360 ബൈ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആംഗിൾ അല്ലേ? അപ്പൊ 360 ബൈ ഔട്ടർ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാടാ? 18. അപ്പൊ 360 ബൈ 18 ആൻസർ എന്ത് കിട്ടും മക്കളെ? 20. അതായത് ഈ പോളിഗണിന് 20 വശങ്ങളാണ് ഉള്ളത്. n ഈക്വൽ ടു 20 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ഇന്റേണൽ ആംഗിൾസ്? ഇതിന്റെ അകത്തുള്ള കോണുകളുടെ തുക എത്രയാണ്? സപ്പോസ് ഇതാണ് നമ്മുടെ പോളിഗൺ എന്ന് വിചാരിക്കാട്ടോ. ഇതൊന്നല്ല, പോളിഗൺ ഇതാണെന്ന് വിചാരിക്കുക. ഇതിന്റെ അകത്തുള്ള കോണുകളുടെ സമ്മാണ് ചോദിച്ചേക്കുന്നത്. ഈ എല്ലാ കോണുകളും കൂട്ടിയാൽ എത്ര കിട്ടും എന്നാ ചോദിച്ചിട്ടില്ലേ? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താ മക്കളെ? n-2 ഇൻറ്റു 180 അല്ലേ? ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി ഇതിന്റെ ആൻസർ അടിപൊളിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂടാ. ഓക്കെ. സി സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ മക്കളെ? n-2 ഇൻറ്റു 180. ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വശങ്ങളുടെ എണ്ണമാണ്, നമ്പർ ഓഫ് സൈഡ്സ് ആണ് മക്കളെ. n നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 20 ആണല്ലോ. അപ്പൊ 20 മൈനസ് 2 ഇൻറ്റു 180 എന്ന് കിട്ടും. 20 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 ആണ്. 18 ഇൻറ്റു 180 ആൻസർ വരുന്നത് 3240 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഔട്ടർ ആംഗിൾ തരും, ഒരു എക്സ്റ്റേണൽ ആംഗിൾ തന്നിട്ട്, പുറം കോൺ തന്നിട്ട് ഇതുപോലെ എന്നും എന്താ പറയുക സമ്മൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. എൻ്റെ മക്കൾ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ് മക്കളെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാട്ടോ. എ റെഗുലർ പെന്റഗൺ ആൻഡ് റെഗുലർ ഹെക്സഗൺ ആർ ജോയിന്റ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. മക്കളെ, ചിത്രത്തിൽ ഒരു സമപഞ്ചഭുജവും ഒരു സമഷഡ്ഭുജവും യോജിപ്പിച്ചേക്കാണ്. ചിത്രം എവിടെ? യെസ്, ഇതാണ് നമ്മുടെ ചിത്രം. ഈ ചിത്രത്തിൽ ഇതെന്താ മക്കളെ? റെഗുലർ പെന്റഗൺ ആണ്. ഈ കാണുന്നത് റെഗുലർ ഹെക്സഗൺ ആണ്. സമപഞ്ചഭുജം, സമഷഡ്ഭുജം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി എന്താണ് എ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഓഫ് റെഗുലർ പെന്റഗൺ? ഈ റെഗുലർ പെന്റഗണിന്റെ ഒരു ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ? ഈ റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? എയും ബിയും ക്ലിയർ ആണ് അല്ലേ? യെസ്. സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ എ ബി സി. മക്കളെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ആംഗിൾ കാണാം. നോക്കിയേ, ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ള ഈ ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടാ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതും എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം കേട്ടാ മക്കളെ. ഒരു റെഗുലർ പെന്റഗൺ എടുത്താലുണ്ടല്ലോ, റെഗുലർ പെന്റഗൺ എന്താ? റെഗുലർ പെന്റഗണിന്റെ പ്രത്യേകത എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും അല്ലേ? എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. ഒരു റെഗുലർ പെന്റഗണിന്റെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ 108 ഡിഗ്രി ആയിരിക്കും കേട്ടോ. റെഗുലർ പെന്റഗൺ ആണെങ്കിൽ അതിന്റെ ഒരു ആംഗിൾ എന്തായിരിക്കും? 108 ഡിഗ്രി ആയിരിക്കും. ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരുന്ന ഒരു സംഗതിയാണ്, പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഒരു റെഗുലർ ഹെക്സഗൺ എടുത്താൽ, സമഷഡ്ഭുജം എടുത്താൽ അതിന്റെ ഒരു ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിന്റെ ഉത്തരം 120 ഡിഗ്രി എന്നാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ റെഗുലർ പെന്റഗൺ ആണെങ്കിൽ ഒരു ആംഗിൾ 108 ഡിഗ്രി, റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഒരു ആംഗിൾ 120 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ എ ക്വസ്റ്റിന്റെ ആൻസറും ബി ക്വസ്റ്റിന്റെ ആൻസറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. യെസ്, എന്താണ്? എ ഈക്വൽ ടു 108 ഡിഗ്രി, 108 ഡിഗ്രി. ബി ക്വസ്റ്റിന്റെ ആൻസർ 120 ഡിഗ്രി എന്ന് കിട്ടി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കണം എന്താ? ഫൈൻഡ് ആംഗിൾ എ ബി സി. ഈ ആംഗിൾ എ ബി സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ മക്കളെ? നമുക്കറിയാം, ഈ ആംഗിൾ ഉണ്ടല്ലോ, അതേ നോക്കിയേ, ഈ ഒരു ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? ഈ ഒരു ആംഗിൾ 108 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? ഈ ആംഗിൾ 108 എന്ന് കിട്ടി. ഇനി ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടിയടാ? 120 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? 108 ഡിഗ്രി 120 ഡിഗ്രി കിട്ടി. ഇനി നോക്കാം മക്കളെ, നമുക്ക് വേണ്ടത് ഈ ആംഗിൾ ആണല്ലോ, ഈ ആംഗിൾ ആണല്ലോ. ഇത് കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യണ്ട. നമുക്കറിയാം ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 360 ആണ്. അതെ അല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റ് കേട്ടോ, ഈ നടുക്കുള്ള പോയിന്റ്, ഈ പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആണ്. ആ 360യിൽ നിന്ന്
ഈ 108ഉം 120ഉം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആംഗിൾ എ ബി സി കണ്ടുപിടിക്കാൻ 360 മൈനസ് 108 പ്ലസ് 120 ഡിഗ്രി. ആൻസർ നമുക്ക് വരുന്നത് യെസ് 132 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. ആദ്യം നിങ്ങൾ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം, അത് മറക്കരുത്. ഓക്കെ, യെസ്, ശ്രദ്ധിച്ച് ആൻസർ മനസ്സിലാക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ എൻ്റെ മക്കൾ 2 പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ്? ഒരു റെഗുലർ പെന്റഗൺ ആണെങ്കിൽ അതിന്റെ ഒരു കോൺ 108 ഡിഗ്രി ആയിരിക്കും. റെഗുലർ എക്സഗൺ ആണെങ്കിൽ അതിന്റെ ഒരു കോൺ 120 ഡിഗ്രി ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, യെസ് മക്കളെ, 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാട്ടോ. നമുക്ക് സാറ് വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ. യെസ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ഇന്നർ angles and outer angles at the vertex of a polygon? Okay മക്കളെ, what is the sum of inner angles and outer angles at a vertex of a polygon? എന്ന് പറഞ്ഞാൽ ഒരു പോളിഗൺ എടുത്താൽ അല്ലെ, ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ മക്കളെ, ഒരു എക്സാമ്പിൾ സാർ പറയാം. ഇതൊരു പോളിഗൺ ആണ്. ഇതിന്റെ ഒരു വെർട്ടെക്സ് എടുക്കുക, ഒരു മൂല എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ എന്താ കിട്ടുക? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ പഠിച്ചതാണ് നേരത്തെ. അതാണ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് ദ ഔട്ടർ ആംഗിൾ ഈസ് 20 മോർ ദാൻ ത്രൈസ് ദ ഇന്നർ ആംഗിൾ. മക്കൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞ 2ാമത്തെ ചാപ്റ്ററിന്റെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്, ഇഫ് ദ ഔട്ടർ ആംഗിൾ ഈസ് 20 മോർ ദാൻ ത്രൈസ് ദ ഇന്നർ ആംഗിൾ. ഓക്കെ അല്ലേ? ഇന്നർ ആംഗിളിന്റെ 3 ഇരട്ടിയേക്കാൾ 20 കൂടുതലാണ് എന്ത്? ഔട്ടർ ആംഗിൾ. സാർ ഒന്നുകൂടെ പറയാം, ഇന്നർ ആംഗിളിന്റെ 3 ഇരട്ടിയോട് 20 കൂട്ടിയാലാണ് എന്ത് കിട്ടുക? ഔട്ടർ ആംഗിൾ കിട്ടുക. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഇന്നർ ആംഗിൾ? അങ്ങനെയാണെങ്കിൽ ഇന്നർ ആംഗിൾ എന്താ വരിക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടാ. ഓക്കെ, അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ എന്റെ മക്കളുടെ മനസ്സിലേക്ക് ഇപ്പൊ തന്നെ കടന്നു വന്നിട്ടുണ്ടാവും അല്ലേ? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ എത്രയാ മക്കളെ? 180 ഡിഗ്രി അല്ലേ? സിമ്പിൾ. ബി ക്വസ്റ്റ്യൻ ആണ് എൻ്റെ മക്കളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇവിടെ ഇന്നർ ആംഗിൾ എന്താണ്, ഔട്ടർ ആംഗിൾ എന്താണ്, യാതൊരു ഐഡിയയും ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നർ ആംഗിളിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കാണ്ട മക്കളെ. ഇന്നർ ആംഗിളിനെ എക്സ് ആയിട്ട് എടുക്കാണ് മക്കളെ. ത്രൈസ് ദ ഇന്നർ ആംഗിൾ, ഈ പോയിന്റ് ഒന്ന് നോക്കുക. ത്രൈസ് ദ ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിളിന്റെ 3 ഇരട്ടി അല്ലെ? ഇന്നർ ആംഗിളിന്റെ 3 ഇരട്ടി. അപ്പൊ ഇന്നർ ആംഗിൾ എക്സ് ആണല്ലോ, അതിന്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താടാ? 3x. ഓക്കെ, അപ്പൊ ഇന്നർ ആംഗിൾ എക്സ് ആണെങ്കിൽ അതിന്റെ 3 ഇരട്ടി 3x ആണ്. ആ 3xനോട് 20 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ടർ ആംഗിൾ കിട്ടും. ഈ ഒരു പോയിന്റ് ആണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നർ ആംഗിൾ അതിന്റെ 3 ഇരട്ടി, അതിനോട് 20 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ടർ ആംഗിൾ കിട്ടും. അതാണ് സാർ ഇവിടെ എഴുതാൻ പോകുന്നത്. ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 3x + 20. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കറിയാം ഈ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? 180 ഡിഗ്രി ആണ് കിട്ടുക. സോ നമ്മൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിൽ കൂട്ടുകയാണ് മക്കളെ. യെസ്, ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈക്വൽ ടു 180. അപ്പൊ ഇന്നർ ആംഗിളിന് പകരം എന്ത് കൊടുക്കാടാ? എക്സ് എന്ന് കൊടുക്കുക. ഔട്ടർ ആംഗിളിന് പകരം 3x + 20 എന്ന് കൊടുക്കുക. അതാണ് സാറിവിടെ കൊടുത്തേക്കുന്നത്. ഇന്നർ ആംഗിളിന് പകരം ഈ എക്സ് കൊടുത്തേക്കുന്നു, ഔട്ടർ ആംഗിളിന് പകരം സാർ 3x + 20 എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടുന്നു. സെറ്റ് അല്ലേ മക്കളെ? എക്സും 3xും അല്ലേ? 3 മാങ്ങയും 1 മാങ്ങയും കൂട്ടിയാൽ 4 മാങ്ങ. അപ്പോൾ എക്സും 3xും കൂട്ടിയാൽ 4x എന്ന് കിട്ടും. 4x + 20 ഈക്വൽ ടു 180 എന്ന് കിട്ടും. മക്കളെ, ഈ +20 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ കൂടാ? 4x ഈക്വൽ ടു 180 - 20 എന്നാകും. അതായത് 4x ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 160 എന്ന് കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു 160/4 എന്ന് കിട്ടും. ആൻസർ എത്ര കിട്ടും മക്കളെ? 40 ഡിഗ്രി എന്ന് കിട്ടും. മക്കളെ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 40 ഡിഗ്രി എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിൾ ആണ്. ഇന്നർ ആംഗിൾ എത്ര കിട്ടി? 40 ഡിഗ്രി എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞത് യെസ്, ഔട്ടർ ആംഗിൾ ഈസ് 20 മോർ ദാൻ ത്രൈസ് ദ ഇന്നർ ആംഗിൾ. ഇന്നർ ആംഗിളിന്റെ 3 ഇരട്ടിയോട് 20 കൂട്ടിയാൽ എന്ത് കിട്ടും? ഔട്ടർ ആംഗിൾ കിട്ടും. ഔട്ടർ ആംഗിൾ കിട്ടും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ ചോദ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. സെറ്റാണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, 7th ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ മക്കളെ. ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ആൻഡ് ഇന്റേണൽ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ആർ ഈക്വൽ. ഒരു ബഹുഭുജത്തിലെ, ശ്രദ്ധിച്ച് കേൾക്കട്ട ക്വസ്റ്റ്യൻ, ഒരു പോളിഗൺ ഉണ്ട്. ആ പോളിഗണിന്റെ ഇന്നർ ആംഗിൾസിന്റെ സമ്മും അകക്കോണുകളുടെ തുകയും
ഔട്ടർ ആംഗിൾസിന്റെ സമ്മും പുറം കോണുകളുടെ തുകയും ഈക്വൽ ആണ് കേട്ടാ. അതായത് ശ്രദ്ധിക്കുക, ഒരു പോളിഗൺ ഉണ്ട്, എക്സാമ്പിൾ ഇതൊരു പോളിഗൺ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇതിന്റെ ഇന്നർ ആംഗിൾസ് കൂട്ടിയാൽ കിട്ടുന്നതും ഔട്ടർ ആംഗിൾസ് കൂട്ടിയാൽ കിട്ടുന്നതും, ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ 3 ആംഗിൾസ് അല്ല, ഔട്ടർ ആംഗിൾസ് കൂട്ടിയാൽ കിട്ടുന്നതും സെയിം ഉത്തരമാണ്. ഓക്കെ ആണല്ലോ, അതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ ഹാവ്, ഈ പോളിഗണിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ പറഞ്ഞ കണ്ടീഷൻ ആലോചിക്കുക, ഇന്നർ ആംഗിൾസിന്റെ സമ്മും ഔട്ടർ ആംഗിൾസിന്റെ സമ്മും ഈക്വൽ ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതിയിട്ടുണ്ട്. അത് എന്തിനാണ് എഴുതിയിരിക്കുന്നത് സാർ പറയാട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നർ ആംഗിൾ, അകക്കോണാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 ആംഗിൾസിന്റെ, 3 അല്ല, അകത്തുള്ള ആംഗിൾസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n-2 × 180. സെറ്റ് ആണല്ലോ, അറിയാം. ഇനി എടാ, ഒരു പോളിഗന്റെ എക്സ്റ്റേണൽ ആംഗിൾസ് അല്ലെങ്കിൽ പുറം കോണുകളുടെ തുക എന്തായിരിക്കും? 360 ആണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് വരുന്നത് സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഈക്വൽ ടു 360. നമുക്ക് ഓൾറെഡി അറിയാം, ഏത് പോളിഗൺ ആയാലും ഇത് സെയിം ആയിരിക്കും കേട്ടോ. സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് ഈക്വൽ ടു 360. സെറ്റ് ആണല്ലോ. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ അല്ലേ? ഈ 2 കാര്യങ്ങളും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇവനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ അടുത്ത സ്റ്റെപ്പിൽ സാർ അത് രണ്ടും ഈക്വൽ ആണെന്ന് എഴുതി n-2 × 180, അതായത് ഇന്നർ ആംഗിൾസിന്റെ സമ്മ് ഈക്വൽ ടു ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് 360 ആണെന്ന് എഴുതി. സെറ്റ് ആണല്ലോ. ഈ 2 കാര്യങ്ങളും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര വശങ്ങൾ ഉണ്ടെന്നാണ്. മക്കൾ എത്ര വശങ്ങളാണെന്ന് ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എന്നാണ്. നമുക്കറിയാം എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n-2 നമ്മൾ അവിടെ നിർത്തുന്നു, 180 നേരെ താഴേക്ക് എടുക്കുന്നു. n-2 = 360/180 എന്ന് കിട്ടുന്നു. മക്കളെ എന്താണ് 360/180? നമുക്കറിയാം 2 അല്ലടാ. അപ്പോ n-2 നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി n കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈ -2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. 2 + 2 4 എന്ന് ഉത്തരം കിട്ടും കേട്ടോ. ക്ലിയർ ആണല്ലോ. യെസ്, അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് ചെയ്യാം. ക്ലിയർ. ബി ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കാം. ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ മക്കളെ ബി ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് ഇന്റേണൽ ആംഗിൾസ്? ഇതിന്റെ ഇന്റേണൽ ആംഗിൾസിന്റെ സമ്മ് ചോദിച്ചിട്ടുണ്ട് മക്കളെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്റേണൽ ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമുക്കറിയാം n-2 × 180 ആണ്. മക്കളെ n എത്ര കിട്ടിയത് നമുക്ക്? 4 കിട്ടിയല്ലോ. 4 കിട്ടി. അപ്പൊ 4 - 2 × 180 ചെയ്താൽ മതി. ആൻസർ എത്രയാണെന്ന് എൻ്റെ മക്കൾ കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം കളയാതെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ് മക്കളെ, 8th ക്വസ്റ്റ്യൻ കേട്ടോ. സോറി, ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ് സാറ് പറയുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ. യെസ്, 2 × 180 എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. ബി ക്വസ്റ്റ്യൻ ആൻസറും ഇവിടെ ഉണ്ട്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇൻ ട്രയാങ്കിൾ ABC, മക്കളെ ഇവിടെ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ആംഗിൾ A = 50 ഡിഗ്രി. 500 അല്ല, 50 ഡിഗ്രി ആണ് കേട്ടോ. ഇത് 700 അല്ല, എന്താണ് 70 ഡിഗ്രി. സോ ഇവിടെ പിക്ചറിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് 50 ഡിഗ്രി 70 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, യെസ്. A question, what is the measure of angle ACB? എടാ, ആംഗിൾ ACB ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ. ഈ 2 ആംഗിൾസ് കണ്ടുപിടിച്ചാൽ മതി മക്കളെ. യെസ്, എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? നമ്മൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ആംഗിൾസ് കൂട്ടിയാൽ എന്താ കിട്ടുക? 180 ഡിഗ്രിയാണ് കിട്ടുക. എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ ഇത് 50 ഡിഗ്രി, ഇത് 70 ഡിഗ്രി ആണെങ്കിൽ നമുക്കിത് ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും? 180 - 50 + 70. ആൻസർ എന്ത് കിട്ടും മക്കളെ? 180 - 120 = 60. മക്കളെ ഈ ഒരു കുഞ്ഞ് ആംഗിൾ നമുക്ക് എന്ത് കിട്ടിയടാ? 60 ഡിഗ്രി എന്ന് കിട്ടി. ബി ക്വസ്റ്റ്യൻ ആൻസറും വളരെ എളുപ്പമാണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയടാ? 180 ന്ന് 60 കുറച്ചാൽ മതി അല്ലേ? 180 ന്ന് 60 കുറച്ചാൽ ഈ ആംഗിൾ കിട്ടും. എത്രയാടാ? 120 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. 120 ഡിഗ്രി. ഓക്കെ മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ സമയം കളയാതെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. യെസ്,
In the figure, the outer angles of an equilateral triangle സമഭുജ ത്രികോണം XYZ are marked as ABC. മക്കളെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാം, ഒരു ട്രയാങ്കിൾ കാണാം. ഈ ട്രയാങ്കിൾ ഒരു പ്രത്യേകതയുണ്ട്. ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണെന്ന് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പേരുണ്ട് XYZ. നമ്മുടെ ട്രയാങ്കിളിന്റെ പേര് XYZ ആണ്. ഓക്കെ, അതിന്റെ ഇന്നർ ആംഗിൾസ് ആണ് മക്കളെ, അല്ല യെസ് ഔട്ടർ ആംഗിൾസ് ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. എത്രയാണ്? ABC. നോക്കിയേ, ഇത് ഔട്ടർ ആംഗിൾ, ഇവിടുത്തെ ഔട്ടർ ആംഗിൾ B, ഈ ഔട്ടർ ആംഗിൾ A ആണ്, ഈ ഔട്ടർ ആംഗിൾ C ആണ്. ക്ലിയർ ആണല്ലോ? ഇതിന്റെ ഔട്ടർ ആംഗിൾസിനെ ABC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. A ക്വസ്റ്റ്യന്റെ ആൻസർ A+B+C. ഒന്നുമില്ല, ഈ 3 ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ ആണല്ലോ. നമുക്കറിയാം ഔട്ടർ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ, എക്സ്റ്റേണൽ ആംഗിൾസ് പുറം കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? യെസ്, 360 ആണ്. അതിലൊരു മാറ്റവും ഇല്ല. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 360 എന്ന് കണ്ണടച്ച് എഴുതാൻ പറ്റും അല്ലേ? ഓക്കെ, ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. If the sum of outer angles and sum of inner angles of a polygon are equal. മക്കളെ ശ്രദ്ധിക്കുക, ഒരു പോളിഗന്റെ ഔട്ടർ ആംഗിൾസിന്റെ സമ്മും ഇന്നർ ആംഗിൾസിന്റെ സമ്മും ഈക്വൽ ആണെങ്കിൽ നെയിം ദ പോളിഗൺ. ആ പോളിഗന്റെ പേര് എന്തായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കറിയാം, എന്റെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാട്ടാ. ഓക്കെ, സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്, ഔട്ടർ ആംഗിൾസിന്റെ സമ്മ് 360 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇന്നർ ആംഗിൾസിന്റെ സമ്മും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ 360 ആണ് വരാ അല്ലേ? എടാ, സം ഓഫ് ഔട്ടർ ആംഗിൾസും സം ഓഫ് ഇന്നർ ആംഗിൾസും 360 കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പോളിഗന്റെ പേരെന്തായിരിക്കും? നിങ്ങൾക്ക് അറിയാലോ, 360 വന്നു കഴിഞ്ഞാൽ ഒരു പോളിഗന്റെ കോണുകളുടെ തുക 360 വന്നാൽ, സം ഓഫ് ആംഗിൾസ് 360 വന്നാൽ അതിന് വിളിക്കുന്ന പേരെന്താടാ? അറിയാലോ? യെസ്, ഇവന്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രി ആണ് അല്ലേ മക്കളെ? അപ്പോൾ ദേ ഇവന്റെ 4 വശങ്ങളുള്ള പോളിഗന്റെ സം ഓഫ് ആംഗിൾസ് നമുക്കറിയാം 360 ഡിഗ്രി അല്ലേ? അപ്പോൾ ആ പോളിഗൺ എത്ര വശങ്ങളുണ്ടെന്ന് എണ്ണി നോക്കിയടാ. 1 2 3 4 4 വശങ്ങളുണ്ട്. ആ 4 വശങ്ങളുള്ള ക്വാഡ്രിലാറ്ററൽ അല്ലേ മക്കളെ ഇത്? ക്ലിയർ ആണല്ലോ? ആ പോളിഗണെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ക്വാഡ്രിലാറ്ററൽ സെറ്റ് ആണല്ലോ, ചതുർഭുജം എന്നാണ് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ സാർ ഒന്നുകൂടെ പറയാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ആണെന്ന് അറിയാം. അപ്പൊ സം ഓഫ് ഇന്നർ ആംഗിൾസും 360 ആണ്. ക്ലിയർ ആണല്ലോ? ഈ പോളിഗന്റെ പേരെന്താ വരിക? ഈ പോളിഗൺ നമ്മൾ വരച്ചു നോക്കി, ഇതാണ് പോളിഗൺ. ഇതിന് എത്ര വശങ്ങളുണ്ട്? 4 വശങ്ങളുണ്ട്. ഈ പോളിഗണെ നമ്മൾ എന്താ വിളിക്കുക? ക്വാഡ്രിലാറ്ററൽ. സിമ്പിൾ ആൻസർ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് യെസ് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. 10ാമത്തെ ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ കേട്ടാ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. യെസ് മക്കളെ, വീണ്ടും ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, the figure shows a rhombus and an equilateral triangle joined together. എടാ, ചിത്രത്തിലെ ഒരു റോംബസും സമഭുജ സാമാന്തരികവും അതുപോലെ തന്നെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചേക്കാണ്. ഇതാണ് റോംബസ്. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. സെറ്റ് ആണല്ലോ? എല്ലാത്തിൻ്റെയും ആംഗിൾസും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എ ക്വസ്റ്റ്യൻ ആംഗിൾ സി. ആംഗിൾ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സെറ്റ് ആണല്ലോ? അതായത് ദേട നോക്കിയേ, യെസ്, ഈ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി ബി ക്വസ്റ്റ്യൻ ആംഗിൾ ABD എന്ന് പറഞ്ഞാൽ ABD, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഇനി സി ക്വസ്റ്റ്യൻ ആംഗിൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അതുപോലെ യെസ് ഡി ക്വസ്റ്റ്യൻ ആംഗിൾ A കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ, 4 ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, സമഭുജ ത്രികോണമാണെങ്കിൽ നമുക്കറിയാം എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കൂലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 60 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? എല്ലാ ആംഗിൾസും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും അല്ലേടാ? എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആണെങ്കിൽ ദേടാ ഈ ഒരു ആംഗിളും 60 ഡിഗ്രി ആട്ടാ, ഇതും 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് കിട്ടുക? 180 - 60 ചെയ്താൽ മതി. എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. സോ ബി ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി, എ ക്വസ്റ്റ്യൻ ആൻസറും കിട്ടി. എ ക്വസ്റ്റ്യൻ ആൻസർ മക്കളെ ആംഗിൾ സി എത്രയാടാ?
60 ഡിഗ്രി എന്ന് കിട്ടി. ഇത് ഈ ആംഗിൾ 60 ഡിഗ്രി. ഇനി ആംഗിൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ അത് ഈ ആംഗിൾ കേട്ടോ. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 60 കുറച്ചാൽ മതി. എന്താ കിട്ടുക? 120 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 180 - 60 ദാറ്റ്സ് ഈക്വൽ ടു 120 ഡിഗ്രി. സെറ്റ് ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യെസ് ആംഗിൾ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഒരു ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? യെസ് 120 ഡിഗ്രി അല്ലേ, 120 ഡിഗ്രി എന്ന് കിട്ടി. ഇത് 120 ഡിഗ്രി കിട്ടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് 120 ഡിഗ്രി കിട്ടിയാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഇ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണല്ലോ. ആംഗിൾ ഇ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് 120 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 120 ആയിരിക്കും. കാരണം ഒരു റോംബസിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഒരു റോംബസ് വരച്ചാലുണ്ടല്ലോ മക്കളെ, ഇത് റോംബസ് ആണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി എന്ത് കിട്ടി? 120 കിട്ടി. സോ ഈ ആംഗിളും എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ക്ലിയർ ആണല്ലോ. യെസ്. ബാക്കി ഇനി ഏത് ആംഗിൾ കണ്ടുപിടിക്കണം മക്കളെ? ആംഗിൾ എ കണ്ടുപിടിക്കണം. ക്ലിയർ ആണല്ലോ. ആംഗിൾ എ എങ്ങനെയാ കണ്ടുപിടിക്കുക മക്കളെ? ശ്രദ്ധിക്കാം കേട്ടോ. ആംഗിൾ എ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. അപ്പൊ റോംബസിന് ഈ ആംഗിൾ എത്ര കിട്ടിയ? 120 ഡിഗ്രി അല്ലേ? അതെ. ഈ ആംഗിൾ എത്ര കിട്ടി? 120 ഡിഗ്രി. മക്കളെ ഈ ആംഗിൾ എ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു റോംബസിന്റെ യെസ് അഡ്ജസന്റ് ആംഗിൾസ് കൂട്ടിയാൽ, അതായത് ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. ഒരു റോംബസിന്റെ അഡ്ജസന്റ് ആംഗിൾസ് കൂട്ടിയാൽ എന്ത് കിട്ടും? 180 കിട്ടും. സോ ഇത് 120 ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ 180 120 കുറച്ചാൽ മതി അല്ലേ? ആ സ്റ്റെപ്പാണ് സാർ ഇവിടെ ചെയ്തേക്കുന്നത്. 180 - 120 ദാറ്റ്സ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടും. സോ ഈ ആംഗിൾ എ എത്ര കിട്ടിയടാ? 60 ഡിഗ്രി എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, യെസ് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. യെസ്, എന്താ മക്കളെ ക്വസ്റ്റ്യൻ? ഇനി പെന്റഗൺ, ഒരു പഞ്ചഭുജത്തിൽ, പെന്റഗൺ എന്ന് പറഞ്ഞാൽ അതിന് എത്ര വശങ്ങളുണ്ടാ? 5 വശങ്ങൾ ഉണ്ടാകും. ക്ലിയർ ആണല്ലോ. ഹൗ മെനി ഡയഗണൽസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എ വേർട്ടെക്സ് ടു ദ അതർ വെർട്ടിസസ്? മക്കളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു മൂലയിൽ നിന്ന് മറ്റ് മൂലകളിലേക്ക് വരക്കാവുന്ന വികർണങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഒന്നുമില്ല, ഒരു പഞ്ചഭുജം നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. ഇതാണെന്ത്? ഒരു പെന്റഗൺ. ക്ലിയർ ആണല്ലോ. ഈ പെന്റഗന്റെ ഒരു മൂലയിൽ നിന്ന് എത്ര ഡയഗണൽസ് വരക്കാൻ പറ്റും? ഇതേടാ, ഈ ഒരു മൂല എടുത്താൽ ഇവിടെ നിന്ന് എനിക്ക് ഈ ഒരു ഡയഗണൽ വരക്കാം, അതുപോലെ ഈ ഒരു ഡയഗണൽ വരക്കാം. ഇത്രയും ഡയഗണലിൽ വരക്കാൻ പറ്റുള്ളൂ. അതായത് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി എത്രയാടാ? 2 എന്ന് കിട്ടും. 2 എന്ന് കിട്ടും. ഓക്കെ, എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാടാ? യെസ് 2. ഒരു മൂലയിൽ നിന്ന് ആകെ 2 വികരണങ്ങളെ നമുക്ക് വരക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 എന്ന് കിട്ടി. ബി ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഹൗ മെനി ട്രയാങ്കിൾ വിൽ ബി മെയ്ഡ് ബൈ ദീസ് ഡയഗണൽസ്? ഈ വികരണങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എത്ര ത്രികോണങ്ങൾ നിർമ്മിക്കാൻ പറ്റും? മക്കളൊന്ന് എണ്ണി നോക്കിയടാ. 1 2 3 ത്രികോണങ്ങൾ. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താടാ? 3. സി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. എന്താ സി ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ പെന്റഗൺ. ഈ പെന്റഗണിന് സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കുക. പെന്റഗണിന് 5 വശങ്ങളാണുള്ളത്. സോ ഇവിടെ n ഈക്വൽ എന്തായിരിക്കും മക്കളെ? 5 ആയിരിക്കും. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താടാ? n - 2 × 180 അല്ലേ? അതിൽ n എന്ത് കൊടുത്താൽ മതി? 5 കൊടുത്താൽ മതി. 5 - 2 × 180 3 × 180 എന്ന് കിട്ടും. ആൻസർ എൻ്റെ മക്കൾ തന്നെ കണ്ടുപിടിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻസർ. സാറ് പറയാം 540 എന്ന് വരും കേട്ടോ. 540 ഡിഗ്രി എന്നാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു പെന്റഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 540 ഡിഗ്രി ആയിരിക്കും. സെറ്റ് ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എൻ്റെ മക്കൾക്ക് സാറിന് പറഞ്ഞു തരാനുള്ളത്. ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും ചോദിക്കാമെന്നൊന്നും സാറ് പറയില്ല. പക്ഷേ യെസ്, നിങ്ങളുടെ എക്സാമിനുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. എല്ലാ ക്വസ്റ്റ്യൻസും എൻ്റെ മക്കളെ എഴുതി പഠിക്കുക. ഓക്കെ അല്ലേ? വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പോൾ ആരും ഇതിൽ നിന്ന് മാർക്ക് കളയരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.